ദിഗംബരന്റെ മുഖമല്ലാതെ ഈ ഫോട്ടോയിൽ എത്ര മുഖങ്ങളുണ്ടെന്ന് കണ്ടുപിടിക്കാമോ? എനിക്കറിയാം ഇത് ഇത്തിരി ചലഞ്ച് ആയിട്ടുള്ള റിഡിലാണെന്ന്, പക്ഷേ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഉത്തരം നിങ്ങൾക്ക് നിഷ്പ്രയാസം കമന്റ് ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ സമയം ഇതാ ഓടാൻ പോവുകയാണ്. മണിക്കുട്ടി ഓടിക്കോ. അഞ്ച് മുഖങ്ങളാണുള്ളത്. ചേച്ചിമാരുടെ 2 മുഖമല്ലാതെ മരങ്ങൾക്ക് 3 മുഖങ്ങളുണ്ട്. ഈ ഫോട്ടോയിൽ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. ആ മിസ്റ്റേക്ക് ഏതാണെന്ന് കണ്ടുപിടിക്കാമോ? 100-ൽ 10% ആൾക്കാർക്ക് മാത്രമേ ഈ മിസ്റ്റേക്ക് കണ്ടുപിടിക്കാൻ സാധിക്കത്തുള്ളൂ. നിങ്ങളുടെ സമയം ഇതാ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. ഉത്തരം കമന്റ് ചെയ്തോളൂ. മണിക്കുട്ടി ഓടിക്കോളൂ. ക്ലോക്കിലെ അക്കങ്ങളിൽ 8-ന് പകരം B ആണ്. ഉത്തരം കണ്ടുപിടിച്ചവർക്ക് കൺഗ്രാറ്റ്സ്. ഈ കാണുന്ന ഇമേജിൽ എത്ര ആനിമൽസ് ഉണ്ടെന്ന് കണ്ടുപിടിക്കാമോ? നല്ല രീതിയിൽ ശ്രദ്ധിച്ചാൽ മാത്രമേ ഇതിന്റെ ഉത്തരം നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. ഉത്തരം കമന്റ് ചെയ്തോളൂ. മണിക്കുട്ടി ഇതാ നടക്കാൻ പോവുകയാണ്. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. മൊത്തം 9 ആനിമൽസ് ആയിരുന്നു ഈ ഇമേജിനകത്തുണ്ടായിരുന്നത്. ഡോൾഫിൻ, മീന്, ആന, പാമ്പ്, മുതല, കഴുത, പൂച്ച, എലി, പട്ടി. സോ ഉത്തരം കണ്ടുപിടിച്ചവർക്ക് കൺഗ്രാറ്റ്സ്. ഈ ഗരാജിലെ ഈ സാധനങ്ങൾക്കിടയിൽ ഒരു സ്കേറ്റ് ബോർഡ് ഒളിഞ്ഞിരിപ്പുണ്ട്. അത് കണ്ടുപിടിക്കുന്നവർ ഒരു വല്ലാത്ത സംഭവം തന്നെയാണ് കേട്ടോ. എവിടാണെന്ന് കമന്റ് ചെയ്തോളൂ. നിങ്ങളുടെ സമയം ഇതാ ആരംഭിക്കുകയാണ്. മണിക്കുട്ടി നടന്നോളൂ. ഇരിക്കുന്നു സ്കേറ്റ് ബോർഡ്. കണ്ടായിരുന്നോ നിങ്ങൾ? ഈ 5 പേരുടെ കൂട്ടത്തിൽ ഒരാൾ ജനാലയിലൂടെ പുറത്തു പോയിട്ട് കറങ്ങി തിരിഞ്ഞിട്ട് അകത്ത് വന്ന് കിടപ്പുണ്ട്. അതാരാണെന്ന് കണ്ടുപിടിക്കാമോ? ഉത്തരം കമന്റ് ചെയ്തോളൂ. മണിക്കുട്ടി ഇതാ ഓടാൻ പോവുകയാണ്. ഇടത് സൈഡിൽ കിടക്കുന്ന ആ പെൺകുട്ടിയാണ് കറങ്ങി തിരിഞ്ഞിട്ട് വന്നത്. കാരണം ആ കുട്ടിയുടെ കാലിൽ ഷൂസ് കിടപ്പുണ്ട്. ഉത്തരം കണ്ടുപിടിച്ചവർക്ക് കൺഗ്രാറ്റ്സ്. നിങ്ങൾ വയനാടിലെ ഒരു കാട്ടിൽ അകപ്പെട്ടുപോയി. ഒരാന നിങ്ങളെ കുത്താൻ വന്നു. നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങളുടെ മുമ്പിൽ 3 ഓപ്ഷനുകളാണുള്ളത്. 1. ഉയരമുള്ള മലനിരയിൽ നിന്നും പുഴയിലേക്ക് ചാടി രക്ഷപ്പെടുക. 2. ഉയരമുള്ള ഒരു മരത്തിന് മുകളിൽ ചാടിക്കയറുക. 3. മറ്റു മൃഗങ്ങളുടെ മുമ്പിലൂടെ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുക. നിങ്ങൾ ഇതിൽ ഏത് ചൂസ് ചെയ്യും? കമന്റ് ചെയ്തോളൂ. ഉയരമുള്ള മലനിരയിൽ നിന്നും പുഴയിലേക്ക് ചാടേണ്ടതാണ് ശരിയായ ബുദ്ധിയുള്ളവരുടെ ഉത്തരം. കാരണം ആനകൾ ഉയരത്തിൽ നിന്നും താഴ്ചയിലേക്ക് ചാടാൻ ശ്രമിക്കില്ല. ഈ മാളിൽ ബില്ല് പേ ചെയ്യാൻ നിൽക്കുന്ന 4 പേരിൽ ഒരാൾ മനുഷ്യനല്ല. അതാരാണെന്ന് കണ്ടുപിടിക്കാമോ? മണിക്കുട്ടി ഇതാ ഓടാൻ പോകുന്നു. നിങ്ങളുടെ ടൈം സ്റ്റാർട്ട്സ് നൗ. ഉത്തരം 4ാമത് നിൽക്കുന്ന ആ കുട്ടിയാണ്. ആ കുട്ടിക്ക് ഒരു ചെറിയ വാല് കാണുന്നുണ്ട്. ഉത്തരം കണ്ടുപിടിച്ചവർക്ക് കൺഗ്രാറ്റ്സ്. അഖിലും അശ്വതിയും കൂടി ഒരു ദിവസം ഔട്ടിങ്ങിന് പോയി. ഒരു കടയിൽ നിന്നും അവർ വാട്ടർ മെലണും കുറച്ച് ഡ്രിങ്ക്സും ഒക്കെ മേടിച്ച് ബീച്ച് സൈഡിൽ സംസാരിച്ചിരുന്നു. വാട്ടർ മെലണിന് നല്ല മധുരമുണ്ടായിരുന്നു. കുറച്ചു നേരം കഴിഞ്ഞപ്പോഴേക്കും അശ്വതിയുടെ കണ്ണിനൊക്കെ എന്തോ ഒരു മങ്ങല് പോലെ. അഖില് വേഗം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഡോക്ടർ പറഞ്ഞത് വാട്ടർ മെലണിൽ പോയിസൺ ഉണ്ടായിരുന്നു എന്നാണ്. പക്ഷെ അതെങ്ങനെ സാധിക്കും? അഖിലും അശ്വതിയും കഴിച്ച വാട്ടർ മെലണും ഡ്രിങ്ക്സും സെയിം തന്നെയാണ്. ഉത്തരം നിങ്ങൾ പറയൂ. പോയിസൺ സീഡിനുള്ളിലായിരുന്നു. അശ്വതി അത് കഴിച്ചു. അഖില് തുപ്പിക്കളഞ്ഞു. ഈ 2 പേരിൽ ഒരാൾ ഉടനെ ജയിലിൽ ചാടും. അതാരാണെന്ന് മനസ്സിലാക്കാമോ? നല്ല രീതിയിൽ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ഉത്തരം കിട്ടും. ഉത്തരം കമന്റ് ചെയ്തോളൂ. മണിക്കുട്ടി ഇതാ ഓടാൻ പോവുകയാണ്.
അത് വുമൺ എ ആയിരുന്നു. അവരുടെ തലയിൽ ചോപ്സ്റ്റിക് ഉണ്ട്. അതുപയോഗിച്ച് അവർ സെല്ല് തുറന്ന് രക്ഷപ്പെടും. ഉത്തരം കറക്റ്റ് പറഞ്ഞവർക്ക് കൺഗ്രാറ്റ്സ്. ഈ ഫോട്ടോയിൽ ഒരു മുയൽ ഒളിച്ചിരിപ്പുണ്ട്. അത്രയ്ക്ക് ശ്രദ്ധയുള്ള ആൾക്കാർക്ക് ഇതിനകത്തുള്ള മുയലിനെ കണ്ടുപിടിക്കാൻ സാധിക്കത്തുള്ളൂ. നിങ്ങൾക്കൊരു 25 സെക്കൻഡ് സമയം തരാം. അതിനുള്ളിൽ നിങ്ങൾ കണ്ടുപിടിക്കാമോ? തടികൾക്കിടയിൽ ആ മുയൽ ഒളിച്ചിരിപ്പുണ്ടായിരുന്നു. ആ മുയലിനെ കണ്ടവർക്ക് കൺഗ്രാറ്റ്. ഈ കൂട്ടത്തിൽ ബ്രൈഡിനെ തട്ടിക്കൊണ്ടുപോയതാര്? നിങ്ങൾക്ക് 25 സെക്കൻഡ് ഉണ്ട്. അതിനുള്ളിൽ ആൻസർ കമന്റ് ചെയ്തോളൂ. ആൻസർ ഓപ്ഷൻ സി ആണ് കേട്ടോ. സൂക്ഷിച്ചു നോക്കിയാൽ ആ ഉരുട്ടിക്കൊണ്ടു പോകുന്ന സാധനത്തിനിടയിൽ ബ്രൈഡിന്റെ കൈ കാണാം. ആരാണ് ഇതിൽ വാമ്പയർ? ഈ 3 പേരുടെ കൂട്ടത്തിൽ ഒരാൾ വാമ്പയർ ആണ്. അത് ആരാണെന്ന് പറയാമോ? സൂക്ഷിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഉത്തരം ഷടേന്ന് കിട്ടും. നിങ്ങൾക്ക് 10 സെക്കൻഡ് സമയം തരാം. മണിക്കുട്ടി ഇതാ ഓടാൻ പോവുകയാണ്. പച്ച ഡ്രസ് ഇട്ടിരിക്കുന്നതാണ് വാമ്പയർ. കാരണം ആ സ്ത്രീയുടെ റിഫ്ലക്ഷൻ കണ്ണാടിയിൽ കാണാൻ സാധിക്കുന്നില്ല. വാമ്പയറുകൾക്ക് റിഫ്ലക്ഷൻ ഉണ്ടാവില്ല എന്ന് എത്ര പേർക്കറിയാം? ഉത്തരം കണ്ടുപിടിച്ചവർക്ക് കൺഗ്രാറ്റ്സ്. കണ്ടുപിടിക്കാത്തവർ വിഷമിക്കേണ്ട. ഇനിയും ഇതുപോലുള്ള റിഡിൽസുമായി ദിഗംബരൻ വരുന്നതാണ്. കുഴപ്പിക്കുന്ന ചോദ്യങ്ങൾ, വേറെയും കണ്ടന്റ്. അക്കൗണ്ട് ഫോളോ ചെയ്താൽ അത്യുത്തമം. ദിഗംബരൻ റിഡിൽസ് ഫോളോ ചെയ്യൂ. എന്റർടൈൻമെന്റ് പേജാണ്.